അല്ല, ഇത് കാര്യമാക്കണമെന്നുള്ളത് നമ്മൾ എവിടെ നിന്ന് നോക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും. ഒന്ന്, ഇത് നമ്മളിപ്പോൾ 2 ബൈറ്റ് കണ്ടപ്പോൾ മനസ്സിലായതുപോലെ ഇതിനകത്ത് കോൺഗ്രസ് പാർട്ടിക്കകത്തെ ചില പ്രശ്നങ്ങളുണ്ട്, വ്യക്തിപരമായിട്ടുള്ള ചില സംഗതികളുണ്ട്. അതിപ്പോൾ KC അബു പറയുന്നത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് PM നിയാസിന് എന്തോ വ്യക്തിപരമായിട്ടുള്ള MLA സ്ഥാനം കിട്ടാത്തത് കൊണ്ടുള്ള ഒരു കുതിക്കറിവാണെന്നൊക്കെ പറയുന്ന പോലെയല്ല. പക്ഷേ അതിനകത്ത് ഒരു കാര്യമുണ്ട്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും ഈ ശേഷാദ്രിനാഥനെ നിശ്ചയിച്ചതിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലും PM നിയാസ് പറഞ്ഞു അദ്ദേഹം ഒന്നിച്ച് പഠിച്ചാണ് ഈ ശേഷാദ്രിനാഥനുമായിട്ട് ഗുരുവായൂരപ്പൻ കോളേജിലോ മറ്റോ പഠിച്ചാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കെതിരെ എക്കാലത്തും നിന്നിട്ടുള്ള ആളാണ് ഈ ശേഷാദ്രിനാഥൻ എന്ന് അദ്ദേഹം പറയുന്നത് വസ്തുതാപരമാണ്. അത് ഞാൻ വേറെയും അന്വേഷിച്ചു. നമ്മുടെ ഡൽഹിയിലെ നമ്മുടെ റിപ്പോർട്ടർ ശരത്തിനൊക്കെ അറിയാം, ശരത്ലാലിനൊക്കെ അറിയാം. അതായത് അദ്ദേഹം ആ ഭാഗത്ത് എവിടെയോ പഠിച്ചാണ്, ആ കോളേജിൽ തന്നെയാണെന്ന് തോന്നുന്നത്. അതായത് എന്നാൽ ശേഷാദ്രിനാഥൻ അവിടെ ഉള്ളപ്പോൾ SFIയുടെയും DYFIയുടെയും ഒരു പ്രവർത്തകനായിട്ടുള്ള SFIക്ക് വേണ്ടിയിട്ട് മത്സരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസിൻ്റെ ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നതാണ്. അത്രയും ശരിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരേ കോളേജിൽ പഠിച്ച PM നിയാസിന് CPMകാരനായിരുന്ന, എന്ന് വെച്ചാൽ ആ കാലത്തൊക്കെ കോൺഗ്രസിനോട് വലിയ എതിർപ്പൊക്കെ ഉണ്ടായിരിക്കാവുന്ന, നമുക്കിതറിയില്ല, ശേഷാധികാരമൊന്നും വന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ടില്ല, പക്ഷേ എന്നാലും അങ്ങനെ ഉണ്ടായിരിക്കാവുന്ന ഒരാളോടുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പ്. എന്നിട്ട് അങ്ങനെയുള്ള ഒരാളാണോ ഈ 10 വർഷത്തെ പോരാട്ടത്തിന് ശേഷം വന്ന VD സതീശൻ സർക്കാർ ഇത്രയും പ്രധാനപ്പെട്ട നിർണായകമായ പദവിയിൽ ഇരുത്തേണ്ടത് എന്ന ഒരു ഗൗരവക്കാരനായുള്ള രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലക്ക് PM നിയാസിൻ്റെ എതിർപ്പ് സാങ്കത്യമുള്ളതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് ഉപോത്ബലകമായിട്ട് ഒന്നുകൂടെ ബലപ്പെട്ടേക്കാം എന്ന് കരുതിയിട്ട് അദ്ദേഹം സംഘപരിവാറുകാരനാണ് എന്ന് പറയുന്നതിന് മതിയായ തെളിവ് ഹാജരാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് കേട്ടത് അദ്ദേഹത്തിൻ്റെ ശേഷാദ്രിനാഥൻ്റെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പോലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം ബ്ലോക്ക് ചെയ്യപ്പെട്ടു, മീൻസ് ബ്ലാക്ക് ഔട്ട് ചെയ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ചാൽ അതിലെഴുതിയിരിക്കുന്നതെല്ലാം മാറ്റിയിട്ട് ഇങ്ങനെ ഒരു സംഘപരിവാര ബന്ധമുള്ളതെല്ലാം മറച്ചു കളഞ്ഞു എന്നാണ്. അപ്പോൾ ബ്ലാക്ക് ഔട്ട് ചെയ്ത് പോയതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ എനിക്കത് കൃത്യമായിട്ട് നോക്കാവുന്ന സമയമല്ലാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ നേരത്തെയുള്ള ദിവസങ്ങളിൽ ഇത് ശരിക്കും അദ്ദേഹം ഇങ്ങനെ ഒരു രാഷ്ട്രീയ പക്ഷപാതത്വം കാണിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാനുള്ള ഒരു തെളിവ് കിട്ടിയിട്ടുമില്ല. അങ്ങനെ ആരും പറഞ്ഞായിട്ട് കാണില്ല. അദ്ദേഹം മാത്രമാണ് ഇപ്പോൾ ഇതുവരെയായിട്ട് ഇദ്ദേഹത്തിന് സംഘപരിവാര ബന്ധമുണ്ട് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞ CPMകാരനാണ്, കോൺഗ്രസ് വിരോധിയാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഈ പൊസിഷൻ കൊടുക്കരുത് എന്ന് പറയുന്നതാണെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ സംഘപരിവാര ബന്ധമുണ്ട് എന്ന് പറയാൻ അത് തെളിവില്ലാത്തതുകൊണ്ട് അത് ഒരു അഡീഷണൽ ബലം ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് PM നിയാസ് പറയുകയാണോ എന്ന സംശയമുള്ള ആളുകൾക്ക് മുന്നിലാണ് KC അബു ഇയാൾ വെറുതെ കുതിക്കറുകൊണ്ട് പറയുന്നതാണ് എന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരൻ തന്നെ ഈ മുന്നറിയിപ്പ്, ഈ കാര്യം ഇങ്ങോട്ട് പറയുന്നതായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, സംസ്ഥാനത്തെ ഇലക്ഷനൊക്കെ നടത്താൻ ഉള്ള ഉത്തരവാദിത്തമുള്ള ആൾ, പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാപനങ്ങളിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡിൻ്റെ ഡീലിമിറ്റേഷൻ്റെ ഉത്തരവാദിത്തം ഉള്ള 3 പ്രധാനപ്പെട്ട അംഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ. ഈ നിലക്ക് കോൺഗ്രസ്സിന് പിന്നെ ഇതുപോലൊരു സർക്കാരൊക്കെ വരുമ്പോൾ സാധാരണ ഇതിൽ അവരവരുടെ രാഷ്ട്രീയ പാർട്ടിയോട് എതിർപ്പെങ്കിലും ഇല്ലാത്ത ആളുകളെ വെക്കുക, അല്ലെങ്കിൽ നിഷ്പക്ഷരായിട്ടുള്ള ആളുകളെ വെക്കുക. നമ്മൾ ഒരു സങ്കല്പം എന്നുള്ളത് നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരെ വെക്കണം എന്നാണ്. പക്ഷേ അതൊക്കെ നരേന്ദ്രമോദി സർക്കാരൊക്കെ വന്നപ്പോൾ ഛിന്ന ഭിന്നമായല്ലോ. പക്ഷേ അപ്പോൾ എതിർത്തുകൊണ്ടിരുന്ന ആളെ വെക്കുന്നത് ശരിയല്ലല്ലോ എന്ന പിന്നെ PM നിയാസിൻ്റെ വാദം നിലനിൽക്കും. പക്ഷേ അതിന് അദ്ദേഹം ഒരല്പം കളർ കൂട്ടാൻ വേണ്ടിയിട്ട് സംഘപരിവാര ബന്ധം എന്നത് ചാർത്തി കൊടുക്കുകയാണോ എന്ന സംശയം സ്വാഭാവികമായിട്ടും വരും. ഇപ്പം ഇങ്ങനെയൊക്കെ ഡീലിമിറ്റേഷൻ കാര്യത്തിൽ അടക്കമുള്ള അധികാര പദവിയൊക്കെയുള്ള ഒരാൾ, പിന്നെ ചില ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ പറയുന്നുണ്ട് ലക്ഷദ്വീപിൽ ഇദ്ദേഹം ഉദ്യോഗസ്ഥനായിട്ടിരുന്നത് സംഘപരിവാര ബന്ധമുള്ളത് കൊണ്ടാണെന്നൊക്കെ എങ്ങനെയൊക്കെയോ പറയുന്നുണ്ട് കാര്യങ്ങൾ. പക്ഷേ ഇക്കാര്യത്തിൽ നമുക്കങ്ങനെ പൂർണ്ണമായിട്ട് ഉറപ്പൊന്നുമില്ല. ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, പിന്നെ ഇതിപ്പോൾ ഭരിക്കുന്നയാളും കോൺഗ്രസ്സാണ്, പ്രതിപക്ഷത്തുള്ള ആളുകൾ കോൺഗ്രസ്സാണ് എന്നതാണ് നില. അതായത് ശേഷാദ്രിനാഥനെ നിയോഗിക്കുന്ന ആരാണ്? അത് VD സതീശൻ്റെ സർക്കാർ. ശേഷാദ്രിനാഥൻ്റെ നിയമനത്തെ എതിർക്കുന്ന ആരാണ്? അത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ PM നിയാസ്. മദ്യത്തിന്, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഏർപ്പെടുന്ന ആരാണ്? അത് സതീശൻ സർക്കാർ. അതിനെ എതിർക്കുന്ന ആരാണ്? കോൺഗ്രസ് പാർട്ടിക്കകത്ത് VM സുധീരൻ. അപ്പോൾ സത്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക്, പ്രതിപക്ഷത്തിന് സഭയിൽ ആളെണ്ണം കുറവാണ് എന്ന് മാത്രമല്ല, പ്രതിപക്ഷത്തിൻ്റെ പണിയിൽ കൂടുതലും ഇവരെടുക്കുകയും കൂടെ ചെയ്തിട്ട് ആകപ്പാടെ പ്രതിപക്ഷത്തെ അപ്രസക്താക്കാനുള്ള പരിപാടിയാണോ ഇവർ ചെയ്യുന്നത് പോലും എനിക്ക് സംശയമുണ്ട്. അതൊരു വ്യക്തിപരമായുള്ള കൊതിക്കറിവ് മാത്രമായിട്ട് കാണണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ?